ഡോക്ടർ ശബരിനാഥ്, ഈഞ്ചക്കൽ SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ലാരിങ്കോളജിസ്റ്റാണ്. ഇന്ന് നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന അസുഖങ്ങളെപ്പറ്റി സംസാരിക്കാം. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഏകദേശം ഈ ഭാഗത്ത് വരുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡാണ്. തൈറോയ്ഡ് ഗ്രന്ഥി 3 തരം ഹോർമോണുകൾ നമുക്ക് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. T3, T4, TSH ഈ 3 ഹോർമോണുകളാണ്. അതിൽ T3, T4 ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് TSH കൂടുന്നത്, TSH ഇരിക്കുന്നത്. TSH കൂടിയിരുന്നു കഴിഞ്ഞാൽ തൈറോയ്ഡ് കുറവ് എന്നാണ് അതിനർത്ഥം. നമ്മൾ ബ്ലഡിൽ T3, T4, TSH നോക്കിയിട്ട് അതിലെന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അതിന് ഹോർമോൺ ഗുളിക രൂപത്തിലോ ഇല്ലെങ്കിൽ ഹോർമോൺ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറയ്ക്കാനുള്ളത് ഗുളിക രൂപത്തിലോ കഴിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള രോഗികളിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വീക്കങ്ങളുണ്ടോ മുഴകളുണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റുന്നതാണ്. അഥവാ മുഴകളുണ്ടെങ്കിൽ ആ മുഴകൾ 2 സെൻറ്റിമീറ്ററിന് മുകളിലുള്ളതോ ഇല്ലെങ്കിൽ അത് ക്യാൻസറസ് പോലെ സസ്പീഷ്യസ് ആയിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അതിൽ ഒരു ചെറിയ സൂചി കിറ്റ് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന ഒരു സ്റ്റഡി ചെയ്യാൻ പറ്റുന്നതാണ്. ആ സ്റ്റഡി ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ തൈറോയിഡിലുള്ള ആ മുഴകൾ എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ അല്ലെങ്കിൽ കുഴപ്പമായോ എന്നുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് സർജറിയാണ്. സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് തൈറോയിഡിന് സർജറി ചെയ്യാൻ വരുന്ന ആൾക്കാർ സ്ഥിരം ചോദിക്കുന്നതാണ്, എൻ്റെ ബ്ലഡിൽ തൈറോയിഡ് ഇല്ല, പക്ഷേ എന്തിനാണ് എനിക്ക് സർജറി ചെയ്യേണ്ടത്? അപ്പം ബ്ലഡിൽ ഹോർമോൺ ലെവൽ ചിലപ്പോൾ നോർമലായിരിക്കാം, പക്ഷേ ഈ പറഞ്ഞതുപോലെ മുഴകളുണ്ടാവാം, ഇല്ലെങ്കിൽ മുഴകൾ കുഴപ്പമുള്ളതാവാം. അങ്ങനെയുള്ള ആളുകൾ മിക്കവരിലും ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഒന്നും കാണേണ്ടിയില്ല, അവർ ഗുളിക കഴിക്കേണ്ടിയും വരുന്നില്ല. അപ്പോൾ നമ്മൾ സർജറിയിലോട്ട് പോവേണ്ടി വരും. അത് പ്രശ്നമാവാൻ സാധ്യതയുള്ള ഒരു മുഴയാണെങ്കിൽ സർജറിയിലോട്ട് പോവേണ്ടി വരും. സർജറി എന്ന് പറയാൻ കഴുത്തിൽ ഇവിടെ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് ആ മുറിവ് വഴിയാണ് സർജറി ചെയ്യുന്നത്. സർജറി തൈറോയ്ഡ് ഗ്ലാൻഡ് മൊത്തമായോ ഇല്ലെങ്കിൽ പകുതിയായോ എടുത്ത് കളയുന്നതാണ്. SP Medifort, you first, always.